എല്ലാവർക്കും അസ്ലം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷനെ തുടർന്നുള്ള വീഡിയോ ആണ് ചാനലിൽ പറയുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസ്ലം വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2024 കേരള സർക്കാരിൻ്റെയും സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുമുള്ള MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ എല്ലാവരും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിരിക്കണം. MBBS BDS കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകളിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി കൺഫർമേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. ഓൺലൈൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ആവശ്യമില്ലാത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം 18/9/2024 11:59 വരെ CEയുടെ വെബ്സൈറ്റിൽ സമയമുണ്ട്. അതുപോലെ തന്നെ ഒന്നാം ഘട്ടത്തിൽ MBBS BDS കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ട് അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്തവരും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ ഓൺലൈൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ MBBS BDS വിഭാഗങ്ങളിലേക്ക് ഹയർ ഓപ്ഷനുകൾ റദ്ദാക്കുകയും ചെയ്യും. പിന്നീട് അവരെ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ലെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും 18/9/2024 11:59 മുമ്പായി ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. പിന്നീട് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ സീറ്റ് അവിടെ തന്നെ നിൽക്കുന്നതാണ്. പിന്നീട് പുതിയൊരു കോളേജും കൂടി www.c.kerala വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ കോളേജിലേക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിന്നുള്ള ഇടക്കാല ഉത്തരവ് പ്രകാരം ജനറൽ വിഭാഗത്തിന് 7,05,805 രൂപയും NRI വിഭാഗത്തിന് കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെ 5 ലക്ഷം രൂപയുമാണ്. ഈ ഘട്ടത്തിൽ 5 ലക്ഷം രൂപ ഒടുക്കേണ്ടതില്ലെന്ന് പറയുന്നുണ്ട്. 20,86,400 രൂപയായിരിക്കും വാർഷിക ഫീസായി താൽക്കാലികമായി പറയുന്നത്. 18/9/2024 11:59 PM വരെ ലഭിക്കുന്ന ഓപ്ഷനെ അടിസ്ഥാനമാക്കിയാണ് MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് 19/9/2024 പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തുന്ന ഫീസ് ബാക്കി തുക ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരം കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ഒടുക്കിയ ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിലോ കോളേജിലോ ഹാജരായി പ്രവേശനം നേടുന്നതാണ്. അതായത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം അതേ സമയത്തിനുള്ളിൽ കോളേജിലേക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിലും അടയ്ക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നീട് അലോട്ട്മെൻറ്റ് ടെൻറ്റേറ്റീവ് പറയുന്നത് 18/9/2024 11:59 PM വരെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും ഓപ്ഷൻസ് ക്രമീകരണത്തിനുള്ള സൗകര്യം അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രകാരം 19/9/2024 രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും 29/9/2024 രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 21/9/2024 മുതൽ 26/9/2024 വരെ 4 മണിക്ക് മുൻപായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജ് പ്രവേശനം നടത്താനുള്ള സമയമാണ്. MBBS BDS കോഴ്സിലേക്കുള്ള വിവിധതര കോളേജുകളിലെ ഫീസ് നിരക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2024-25 MBBS BDS കോഴ്സിലേക്കുള്ള നിശ്ചിത ഫീസ് ഈ സാഹചര്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് 2023-24 ഫീസിൻ്റെ രേഖയാണ് പറയുന്നത്. പിന്നീട് 2024-25 ഫീസിൻ്റെ രേഖകൾ വരുമ്പോൾ ബാലൻസ് എമൗണ്ട് അടയ്ക്കണമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പിന്നീട് ടോക്കൺ ഫീൻ്റെ കാര്യമാണ് പറയുന്നത്. MBBS കോഴ്സിന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക പ്രവേശന പരീക്ഷ കമ്മീഷനിൽ ഒടുക്കിയ ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി പ്രവേശനം നടത്തേണ്ടതാണ്. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ട് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്.
പിന്നീട് MBBS PDS കോഴ്സിലേക്ക് ഗവൺമെൻറ് മെഡിക്കൽ ഡെൻ്റൽ കോളേജ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുഴുവൻ ഫീസ് തുകയും പ്രവേശന പരീക്ഷ കമ്മീഷനിൽ കൊടുക്കേണ്ടതാണെന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് MBBS BDS കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നവർ മുഴുവൻ തുകയും എൻട്രൻസ് കമ്മീഷന് അടയ്ക്കേണ്ടതാണ് എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പിന്നീട് SC/ST OEC എന്ന വിഭാഗത്തിലും മറ്റ് എഡ്യൂക്കേഷണൽ കൺസെഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇതേ സമയത്ത് ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ടതില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നീട് ഫീസിൽ ഇളവുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നതും അഡ്മിഷൻ ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ചെന്ന് ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള കോളേജുകൾ വേണം അലോട്ട്മെൻറ്റിൽ വയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ മുസ്ലിം ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.